25 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്ന ഒരാൾ ഇന്ത്യയിൽ. പ്രധാനമന്ത്രിയെ കാണാൻ പോയതിൻ്റെ യാത്രയെ ചൊല്ലി പറയുന്നത് കോർപ്പറേഷൻ്റെ ഫണ്ട് ഏത് ഫണ്ടാണ് എന്ന രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ വന്നിരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയാണ്. ഞങ്ങളുടെ ഭരണത്തിൽ സുതാര്യത എപ്പോഴും നിലനിർത്തുവാനും കൂട്ടായ ചർച്ചകൾ നടത്തുവാനും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ മുടക്കുന്ന പണവും ഇവിടുത്തെ സാധാരണക്കാരുടെ കണ്ണുകളിൽ തിളക്കമായി പ്രതിഫലിക്കണം. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ ഡൽഹിയിലെത്തിയതിൻ്റെ സന്തോഷത്തിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലും അതിൻ്റെ ഒരു ഊർജത്തിലുമാണ് നമ്മുടെ തിരുവനന്തപുരം മേയറും ഒപ്പം കൗൺസിലർമാരുമൊക്കെ. മേയർ തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. എന്തായാലും ഡൽഹി യാത്രയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടു വന്നു, അതിൻ്റെ ഒരു ഊർജവും കരുത്തുമൊക്കെ എങ്ങനെയാണ്? ആ യാത്രയിലുടനീളവും അതിനുശേഷം ഡൽഹിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ നിരവധി കേന്ദ്രമന്ത്രിമാർ, പിന്നെ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി, ഇത്രയും പേരെ രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് കണ്ടു. പിന്നെ ഭരണത്തലവന്മാർ എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ, പ്രധാനമായും ഞങ്ങൾ ഇത്ര പേരെയാണ് കണ്ടത്. ഇതിൽ അവിടെ ചെന്നപ്പോഴാണ് തിരുവനന്തപുരത്തും കേരളത്തിലും ഉണ്ടായ ഈ വിജയം, ഇതിനെന്തുമാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യം വരുന്നത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സദാനന്ദ മാഷിൻ്റെ രാജ്യസഭയിലൊരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും നഷ്ടപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ ഒരു 10,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കോയമ്പത്തൂർ, ഈറോഡും ഒക്കെ ഉള്ള പ്രവർത്തകരുടെ വികാരം, അതിനുശേഷം ഈ വാറങ്കൽ, അതുപോലെ തന്നെ വിജയവാഡ, പിന്നെ നാഗ്പൂർ, ഞങ്ങളുടെ RSSൻ്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂർ, രാത്രി ഞങ്ങൾ 9:30 ചെല്ലുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ മുഴുവനും സ്ത്രീകളും പ്രായമായവരും കുട്ടികളും ഒക്കെ തന്നെ താമരക്കൊടികളൊക്കെ പിടിച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നാഗ്പൂരിൽ. അതിനുശേഷം ഝാൻസി ആയിക്കോട്ടെ, ഗ്വാളിയർ ആയിക്കോട്ടെ, ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും ഉള്ള സ്വീകരണം. പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ ചെല്ലുമ്പോഴേക്കും ഡൽഹി സംസ്ഥാന പ്രസിഡൻറ്റ്, ഡൽഹിയിലെ മേയർ, BJPയുടെ അഖിലേന്ത്യാ വക്താവ്, പിന്നെ അവിടെയുള്ള ഒരുവിധപ്പെട്ട അറിയപ്പെടുന്ന നേതാക്കന്മാരും പ്രവർത്തകരും, ഇവരൊക്കെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. അതിനുശേഷം 3 ദിവസവും ഈ ഡൽഹി BJP സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളോടൊപ്പം ഉണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഡൽഹി മേയർ, ഫരീദാബാദ് മേയർ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ ഉള്ളൊരു 6-7 മേയർമാർ പല സമയങ്ങളിലായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. പിന്നെ പ്രധാനമന്ത്രിയുടെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വിജയത്തിന് കിട്ടുന്ന മൂല്യം, പിന്നെ നാഷണൽ മീഡിയ വരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി വളരെ ഡീപ്പായിട്ട് പ്രവർത്തകരുടെ ഉള്ളിലുള്ള ആ സ്പാർക്കുണ്ടല്ലോ, ആ സ്പാർക്കിനെ കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 1.5-2 മണിക്കൂറുള്ള ഇൻട്രാക്റ്റീവ് സെഷൻ, ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വന്നു, വളരെ വേഗത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം സാധ്യമാണെന്നുള്ളത്. ഈ പ്രധാനമന്ത്രിയുടെ ആ ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നൽകിയൊരു മെസ്സേജ്, അത് എങ്ങനെ നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് ഒരു അദ്ദേഹം നൽകിയ മെസ്സേജ്? ഓരോ പ്രവർത്തകർക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ചെയ്യുന്നുള്ള പ്രാധാന്യം, അത് ഓരോ ഇൻസിഡൻറ്റിൻ്റെ ലെവൽ വരച്ച് കാട്ടി. അത് അദ്ദേഹത്തിൻ്റെ ഒരു 10-60 വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം മുഴുവനും തന്നെ, ചില സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട്, ചില സമയത്ത് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, ചിലപ്പോൾ ഒരു നേതാവായിട്ട്, ചിലപ്പോൾ ഒരു അധ്യാപകനായിട്ട്, ഈ 1.5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കേൾക്കുന്നവർക്ക് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഇടപെടലും ഒക്കെ തന്നെ. അവിടെ ഇരുന്ന അവസാനത്തെ ആൾ വരെ ചില തീരുമാനങ്ങൾ എടുത്ത് തന്നെയാണ് PM-ൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾക്ക് രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നരേന്ദ്രമോദിജിയുടെ ഭരണം, ഒരു കാര്യം പ്രധാനമായിട്ടുള്ളത്, 25 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്ന ഒരാൾ ഇന്ത്യയിലില്ല. തുടർച്ചയായിട്ട് 25 വർഷം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ലഭിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം ഭയങ്കരമാണ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. അത് ഞങ്ങളിവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചാൽ, ഇപ്പോൾ വാനോളം ആഗ്രഹിക്കുമ്പോൾ മലയോളമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെയുള്ള പ്രതീക്ഷയല്ല ഞങ്ങൾക്ക്. എന്നിട്ട് ആ യാത്ര പോലും രസകരമായിരുന്നു. കാരണം ട്രെയിനിൽ ഒരുമിച്ച് ആ കൗൺസിലർമാർ ഒരുമിച്ച് പോകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു ഒരു സന്ദേശവും അല്ലെങ്കിൽ അതിപ്പോൾ ഒരു ബോണ്ടിങ്ങും ഒക്കെ. കാരണം നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്.
തിരിച്ച് വരുമ്പോഴും പോകുമ്പോഴും ആ യാത്രയും അതൊക്കെ തന്നെ ഒരു പ്രത്യേക ഒരു മെസ്സേജ് നൽകുന്നത്. ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഇപ്പം രാജേഷ് മേയറായതുകൊണ്ടോ രാജേഷ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ടോ അല്ല രാജേഷിനോട് പ്രവർത്തകർക്ക് ആ വ്യക്തിബന്ധം ഉണ്ടാകുന്നു. താങ്കൾ ഈ ബോണ്ടിങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ? ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ എല്ലാ സംഘടനകളിലും ഉള്ളത് ആ ഒരു ബോണ്ടിങ് ഉണ്ട്. അത് നമുക്ക് തൊട്ട് കാണിക്കാനോ വരച്ച് കാണിക്കാനോ എഴുതി കാണിക്കാനോ സാധിക്കില്ല. അതൊരു ഐഡിയോളജിക്കൽ ബോണ്ടിങ് ആണ്. അതിപ്പോൾ ABVPയിലുണ്ട്, അതിപ്പോൾ മറ്റുള്ള ഞങ്ങളുടെ BMSലുണ്ട്, ദേശീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെയുണ്ട്. ഈ ബോണ്ടിങ് കൂടി ശക്തമാണ്. ഞാനിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നാണ് നമ്മൾ ഇൻ്റർവ്യൂവിൽ എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നല്ല പ്രതിപക്ഷമായിരുന്നു. താങ്കൾക്കുൾപ്പെടെ അറിയാമല്ലോ, കോർപ്പറേഷനിൽ ശക്തമായ ഇടപെടൽ നടത്തിയ പ്രതിപക്ഷമായിരുന്നു ഞങ്ങൾ. ആ പ്രതിപക്ഷം രൂപപ്പെട്ടതിൻ്റെ ഒരു ഘടകം ഞങ്ങളിവിടെ നടത്തിയ 30 ദിവസം നടത്തിയ സത്യാഗ്രഹമായിരുന്നു. ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് കരം തട്ടിപ്പിനെതിരെ, ടാക്സ് തട്ടിപ്പിനെതിരെ ഞങ്ങളിവിടെ സത്യാഗ്രഹം നടത്തിയത്. അപ്പോഴേക്കും ആ സത്യാഗ്രഹത്തിലൂടെ ഒരു 22 വനിതകളും 13 പുരുഷന്മാരും ഉൾപ്പെടുന്ന ഒരു 35 അംഗ സംഘം, പ്രായമായവരുണ്ട്, ജൂനിയർ ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടമ്മമാരുണ്ട്. ഞങ്ങളൊക്കെ കൂടി ഒരു റൂമിൽ തറയിൽ പായ് വിരിച്ചിട്ടാണ് 30 ദിവസം, അതിൽ 9 ദിവസം ഉപവാസമായിരുന്നു. ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റും ബോണ്ടിങ്ങുമായിരുന്നു ഞങ്ങളുടെ ഓർഗനൈസേഷണൽ കരുത്ത് ഇതിനകത്ത്. ഇതേ സംഭവം തന്നെയാണ് 3 ദിവസത്തെ യാത്രയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി, പാർട്ടിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. ഇത് ഭാവിയിൽ സംഘടനാ പ്രവർത്തനത്തിൽ കിട്ടുന്ന ഊർജ്ജം ചെറുതല്ല. ഓരോ വ്യത്യസ്ത സംസ്കാരമുള്ള സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ കേരളത്തെ എങ്ങനെ സ്നേഹിക്കുന്നു, ഇതാണ് ഞങ്ങൾക്ക് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു 5-6 മേയർമാരുമായിട്ട് വീഡിയോ കോൾ സംസാരിച്ചു. കാരണം ഞങ്ങളോടൊപ്പം വന്നതിൽ ഒരു 10-35 പേർ ഇന്ത്യയിലെ 10 കോർപ്പറേഷനുകളിലായിട്ട് ഇപ്പോൾ ഇന്നും നാളെയായിട്ട് യാത്ര ചെയ്യുകയാണ്. ഇവരൊക്കെ ഓരോ കോർപ്പറേഷനിൽ പോയിട്ട് അതാ സ്ഥലത്തുള്ള മേയർമാരോട് മീറ്റിംഗ് നടക്കുമ്പോഴേക്ക് ഇരുന്നിട്ട് വീഡിയോ കോളിൽ തിരുവനന്തപുരം മേയറെ വിളിക്കുകയാണ്. എനിക്കിവിടെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആയതുകൊണ്ട് ബഡ്ജറ്റൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോകുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇന്ന് രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ ഒരു സംഘം ചെന്നിരുന്നു. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ശേഷം അദ്ദേഹം തിരുവനന്തപുരം മേയറുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴേ മധ്യപ്രദേശിലെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പരിപാടികൾ കാണാൻ വേണ്ടി അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രാധാന്യം കേരളത്തിന് തരണമെങ്കിൽ 45 വർഷം നീണ്ടുനിന്ന കേരളത്തിലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പോരാട്ടം, അത് ഇന്ത്യയിലെ BJP നേതൃത്വം, ഞങ്ങളുടെ അനുഭാവികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അതിൽ ഞങ്ങൾക്ക് അങ്ങേറ്റം തന്നെ പ്രതീക്ഷയുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായിരുന്നു. എത്രയോ ദിവസം സമരം, സത്യാഗ്രഹ സമരവും നിരാഹാര സമരവും ഒക്കെ അനുഷ്ഠിച്ച വേദിയിലുണ്ടായിരുന്ന ഒരു ബോണ്ടിംഗ് ഒക്കെ പറഞ്ഞു. അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തൊക്കെ ഇരിക്കുന്നത്, കൗൺസിലർമാരായിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബോണ്ടിംഗ് എത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അധികാരത്തിൽ BJP വന്നു, ആ ഒരു ചരിത്ര നേട്ടം കൈവരിച്ചതിന് ശേഷം BJP എങ്ങനെ ഈ കോർപ്പറേഷൻ, തലസ്ഥാന കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നുള്ളത് എല്ലാവരും കൗതുകത്തോടെയും എല്ലാവരും അതോടൊപ്പം തന്നെ വളരെ ജാഗ്രതയോടുകൂടിയും സൂക്ഷ്മതയോടെയും വീക്ഷിക്കുകയാണ്. കാരണം എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടും. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിതൊരു കന്യാംഗമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷത്തിരിക്കുന്നത് CPM ആണ്, കരുത്തരായ CPM, അതുപോലെ കരുത്തരായ കോൺഗ്രസും തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷം വളരെ കരുത്തരാണ് എന്നൊരു തോന്നലിൽ എവിടെയെങ്കിലും ഈ ഒരു ഇത്രയും നാൾ കടന്നു വന്നപ്പോൾ പിന്നിട്ടപ്പോൾ എന്താ തോന്നുന്നത്? ഈ 2 കരുത്തർ എന്ന് താങ്കൾ പറയുന്ന സംഘടനകളുടെയും കരുത്തിനെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ബഹുമാനിക്കുകയാണ് അതിനെ. അവരോട് ഏറ്റുമുട്ടിയല്ലോ ഞങ്ങൾ ജയിച്ചത്, അപ്പം ഞങ്ങൾക്കും കരുത്തുണ്ടല്ലോ. പിന്നെ ശക്തമായിട്ടുള്ള ഗൗരവമായി, ഞാൻ ഡേ 1 മുതൽ പറഞ്ഞു തുടങ്ങുകയാണ്, ഗൗരവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കരുത്തുറ്റ സീനിയർ നേതാക്കന്മാർ പ്രതിപക്ഷത്ത് വരുന്ന ജനാധിപത്യത്തിന് ആരോഗ്യകരമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമുക്ക് നല്ല ആശയ സംവാദങ്ങൾ നടത്താം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഭരണത്തിനോടുള്ള ഭരണ ശൈലിയോടുള്ള വിയോജിപ്പുണ്ടാവും, ആശയത്തോടുള്ള വിയോജിപ്പുണ്ടാവും, പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോടുള്ള വിയോജിപ്പുണ്ടാവും. ശക്തമായിട്ട് സമരങ്ങൾ ചെയ്യും, ആ സമരങ്ങൾ നേരിടണം. പ്രതിപക്ഷമാണെങ്കിൽ സമരം ചെയ്യണം, ഒരു ഭരണ സംവിധാനം അവർക്കെതിരെ വരുന്ന സമരങ്ങൾ നേരിടണം. അപ്പോൾ അതിനൊക്കെ ജനാധിപത്യത്തിൻ്റെ വഴികളുണ്ടല്ലോ, അതൊക്കെ തന്നെ ആസ്വദിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ തുടക്കത്തിൽ ഉണ്ടായത് ഈ ബസ്സിനെ ചൊല്ലിയുള്ളതാണ്, ഇലക്ട്രിക് ബസ്സുകളെയൊക്കെ ചൊല്ലിയുള്ള ഒരു കല്ലുകടിയും, പിന്നീട് അതൊക്കെ എന്താ ഇപ്പോൾ അതൊക്കെ സോൾവ് ചെയ്താൽ പരിഹരിച്ചു? അന്ന് നമ്മൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് മേയർ എന്നുള്ളത് ഞാൻ പറയുന്നതാണ്, ഇട റോഡുകളിലൂടെ ഇലക്ട്രിക് ബസ്സുകൾ പോയാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. അത് എപ്പോഴും ഓടണമെന്നല്ല, എല്ലാ ബസ്സും എപ്പോഴും ഇവിടെ ഓടണമെന്നല്ല. രാവിലെയും വൈകുന്നേരവും ഈ കൂലി ജോലിക്ക്, ദൈനംദിന വേതനം വാങ്ങിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർ, വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ ബസ് രാവിലെ ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെയും വൈകുന്നേരം ഓടിയാൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നത് അതിന് കോർപ്പറേഷൻ്റേതായ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയുകയും ചെയ്തു.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് താങ്കൾ ചോദിച്ചു. ഇപ്പോൾ ബസ്സുകൾ ഓടുന്നുണ്ട്, ഏഴ് റോഡുകളിലൂടെ ബസ്സുകൾ ഓടുന്നുണ്ട്. അന്ന് ബസ്സുകൾ ഓടിയിരുന്നില്ല, ഇപ്പോൾ ബസ്സുകൾ ഓടുന്നുണ്ട്. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ ഒരു മാധ്യമത്തിലൂടെ പറയുന്നില്ല. എന്തായാലും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ആ വിഷയം ശ്രദ്ധപ്പെടുത്തപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് KSRTC മന്ത്രി റെസ്പോണ്ട് ചെയ്തത്. ബസ് ഓടുകയാണ്. എൻ്റെ വാർഡിൽ നിന്ന് ആദ്യത്തെ ബസ്സിൻ്റെ ഉദ്ഘാടനമൊക്കെ താങ്കൾ കണ്ടാണല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ ഈ അന്ന് ഗതാഗത മന്ത്രി പറഞ്ഞ മറുപടിയും ഇപ്പോൾ താങ്കൾ രണ്ടുപേരും വളരെ നേർക്കുനേർ പറഞ്ഞൊരു കാഴ്ച ഇടയ്ക്ക് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് ആ പ്രശ്നം അതവിടെ എന്തോ ഒരു പരസ്യ പ്രതികരണത്തിന് പിന്നെ രണ്ടുപേരും മുതിർന്നില്ല. ആ പ്രശ്നം സോർട്ട് ഔട്ട് ആയോ? നമ്മുടെ ആവശ്യം ബസ് ഓടുക എന്നുള്ളതാണല്ലോ, അതോടിയല്ലോ. ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഗുസ്തി പിടുത്തമല്ലല്ലോ രാഷ്ട്രീയം. ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാനൊരിക്കലും ഇപ്പം BJPയുടെ വക്താവായിരുന്നു ഞാൻ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അപ്പോഴേക്കും പല ഘട്ടങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് ആശയപരമായിട്ടായിരിക്കാനും ചിലപ്പോൾ പോലീസുമായിട്ട് കൺഫ്രണ്ടേഷനൊക്കെ ഉണ്ടാകും. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാണ്. ജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക, ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏത് രീതിയിലാണ് ഇടപെടേണ്ട ആ രീതിയിൽ ഇടപെടും. നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് എന്താണ്? KSRTC ഇലക്ട്രിക് ബസ്സുകൾ, ചെറിയ ബസ്സുകൾ റോഡിലൂടെ ഓടണം. ആ ആവശ്യം മുന്നോട്ട് വെച്ചു. അതിനിടയ്ക്ക് പല വാർത്തകൾ വരാം, പല സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം. പക്ഷേ ആ ആവശ്യം ഇപ്പോൾ നടന്നല്ലോ. അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം. പരമാവധി ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ആ നിലവാരത്തിനനുസരിച്ച് ആ ഗൗരവമായി തന്നെ വിഷയം കൺസിഡർ ചെയ്തു. ഓക്കെ. ഇതിലിപ്പോൾ പല മാനിഫെസ്റ്റോയിൽ തന്നെയും പലതും, അതായത് ഇവിടെ കോർപ്പറേഷൻ അധികാരത്തിൽ കിട്ടിയാൽ നടപ്പാക്കാൻ കഴിയും, നടപ്പാക്കുമെന്ന് 100% ഉറപ്പ് പറഞ്ഞ പല പദ്ധതികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ തെരുവുനായ ശല്യമൊക്കെ അത് തുടങ്ങിയിരുന്നു. അത് ഏറ്റവും നല്ലൊരു പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ലൊരു ഉത്തരവാദിത്വമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഏതുവരെ എത്തി, ഏത് ഘട്ടം? അതിപ്പോൾ ഞങ്ങളൊരു പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കി. 50 നായ്ക്കളെ ഞങ്ങൾ ആൻറ്റി റാബിസ് വാക്സിൻ കൊടുത്തു, വന്ധീകരണം നടത്തി. അതിനുശേഷം അതിന് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ കൊടുത്തു. അതായത് മിനറൽസും വൈറ്റമിൻസും ഒക്കെ വരുന്നതിൽ കൊടുത്ത് അതിൻ്റെ ഹെൽത്ത് ഒക്കെ ആക്കി. അതിന് ഈ ചെള്ളുപണി, അതിനുള്ള ടിക് ഫീവർ, അതിനുള്ള മരുന്ന് കൊടുത്തു. ഇപ്പോൾ അതിനെ ഷെൽട്ടറിലാക്കി. ഞാൻ ഇന്നലെ ഷെൽട്ടറിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നതും ആ നായ്ക്കൾ അവിടെ കൃത്യമായിട്ട് ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് കൂട്ടിൽ നിന്നും പുറത്തിറങ്ങണം, ഏത് സമയത്ത് യൂറിനേറ്റ് ചെയ്യണം. മറ്റൊക്കെ തെരുവിലൊക്കെ നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെയാണ് യൂറിനേറ്റ് ചെയ്യുന്നത്. ഇവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ ഒരു 10-25 ദിവസം കൊണ്ട് അത് കൃത്യമായിട്ട് അക്കാര്യങ്ങൾ ഉൾപ്പെടെ കിടക്കുന്നിടത്തൊന്നും യൂറിനേറ്റൊന്നും ചെയ്യാതെ പുറത്ത് പോയി ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു. തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന നായ്ക്കളാണ്. ദേ ആർ വെരി ഹാപ്പി, വെരി ഹെൽത്തി. 2-3 ദിവസത്തിലൊരിക്കൽ ഡോക്ടർമാർ പോയിട്ട് അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ വളരെ നന്നായി ആഴ്ചയിൽ 2 ദിവസം നന്നായിട്ട് കുളിപ്പിക്കുന്നുണ്ട് അതിനെ. അപ്പോൾ അങ്ങനെ 50 നായ്ക്കളുടെ പൈലറ്റ് പ്രോജക്റ്റ് ഭംഗിയായിട്ട് പോകുന്നു. ഇവിടെ നിന്ന് നാഷണൽ അനിമൽ വെൽഫെയർ ബോർഡിലെ ആൾക്കാർ വന്ന് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളോട് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ LSTD പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കോപ്പി എൻ്റെ FB പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കരിങ്കുളത്ത്, അതായത് ഞങ്ങൾ വിഴിഞ്ഞത്ത് ഞങ്ങൾ കൊണ്ട് ഇട്ട ഷെൽട്ടറുണ്ടല്ലോ, അത് വളരെ നിയമാനുസൃതമാണ് നടക്കുന്നത്. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആരും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് LSTD പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് വരെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതേ മോഡലിൽ ഞങ്ങൾ ചില ഷെൽട്ടറുകൾ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞാൻ സമയമാകുമ്പോഴേക്കും പറയാം. പിന്നെ അവിടെ ചേങ്കോട്ട് കോണത്ത് ഒരു വീട്ടിൽ നായയെ പാർപ്പിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥയിൽ ഞാൻ കണ്ട പോസിറ്റീവ് സൈഡ്, അവരാ നായ്ക്കൾക്ക് സ്വന്തം ചിലവിൽ ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അവരെ ആ നായ്ക്കളെ മാറ്റണം, എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് 2021 തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കത്ത് കൊടുത്തിരുന്നതാണ്. കോർപ്പറേഷൻ അന്ന് അത് തയ്യാറായില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ ആ നായ്ക്കളെ പുറത്ത് തുറന്നു വിട്ടില്ല. തുറന്നു അവിടെ നാട്ടിലിറങ്ങി അക്രമം കാണിച്ചത്. പക്ഷേ അവർ അവിടെ ഒരു മൂലയിൽ കിടന്ന് ജീവിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കുകയായിരുന്നു. കോർപ്പറേഷൻ അതിനെ പിടിച്ച് മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു തടസ്സവും പറഞ്ഞില്ല. അവരെന്നോട് പറഞ്ഞത് അത് അരയ്ക്ക് താഴെ തളർന്നു പോയ ഒരു നായ്ക്കുട്ടിയെ മാത്രം എനിക്ക് അതിനെ വിടാനായിട്ട് എനിക്ക് പറ്റില്ല. കാര്യം അതിന് പോയാലും ഭക്ഷണം കഴിക്കാനും അതിനെ ഞാൻ വളർത്തിക്കോളാം, ബാക്കിയെല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടെ CPMൻ്റെ കൗൺസിലറാണ് ആ വാർഡിൽ. ആ കൗൺസിലർ ഈ നായ അവിടെ ഉള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൂടെ ആ കൗൺസിലർ എടുത്തിരുന്നു. കൗൺസിലർ ആകെ പരിഭ്രാന്തമായി. ഞാൻ കൗൺസിലർ അങ്ങോട്ട് വിളിച്ചു. CPMൻ്റെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമതി സിന്ധു ശശിയാണ് അവിടുത്തെ കൗൺസിലർ. ഞാൻ കൗൺസിലർ അങ്ങോട്ട് വിളിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജനുവരി 31 മുമ്പ് ആ നായ്ക്കളെ മാറ്റുമെന്ന് പറഞ്ഞു. ജനുവരി 31 മുമ്പ് ഞങ്ങൾ ആ നായ്ക്കളെ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല ഉത്തരവ് വന്നതിന് ശേഷം, സുപ്രീം കോടതിയിൽ ഉത്തരവ് വന്നതിന് ശേഷം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്ഥാപനം അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം ഒരു സംശയം വേണ്ട, താങ്കളോട് ഈ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് 2 മണിക്കൂർ മുമ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ആയിരുന്നു ഞാൻ.
അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നൊക്കെ തന്നെ മികച്ച പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. അതിനകത്ത് മറ്റ് രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഷെൽട്ടറിനായിട്ട് ബന്ധപ്പെട്ടാണ് ഉത്തരവ് ഇറക്കിയെങ്കിലും ഞങ്ങൾ നന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ അർഹമായിട്ടുള്ള പരിഗണനയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ ജോലി ചെയ്തിട്ടാണ് ഈ പരിഗണനകൾ വാങ്ങുന്നത്. മറ്റൊന്ന് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും ഇതുവരെ ഞങ്ങൾക്ക് നേരെ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരെ ഉണ്ടായതായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. BJP അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അറിയാം മറ്റുള്ളവർ അതേ രീതിയിൽ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മുൻധാരണയുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമേ അധികാരത്തിൽ വരുവാണ്, പ്രത്യേകിച്ച് തലസ്ഥാന കോർപ്പറേഷനാണ് BJP. അപ്പോൾ മറുഭാഗത്തിരിക്കുന്ന പ്രത്യേകിച്ച് CPM, കോൺഗ്രസ് ആയാലും CPM ആയാലും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ അത് പ്രതിപക്ഷത്തിരിക്കുകയും അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശന വിധേയമാകാനുള്ള സാധ്യതകളൊക്കെ തന്നെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ തന്നെയാണോ കാര്യങ്ങൾ? അല്ല, ഈ വിമർശനം വരുമെന്ന് കരുതിയിട്ട് അമിതമായ സൂക്ഷ്മതയൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. ഞങ്ങളുടെ ഭരണത്തിൽ സുതാര്യത എപ്പോഴും നിലനിർത്തുവാനും കൂട്ടായ ചർച്ചകൾ നടത്തുവാനും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ മുടക്കുന്ന പണവും ഇവിടുത്തെ സാധാരണക്കാരുടെ കണ്ണുകളിൽ തിളക്കമായി പ്രതിഫലിക്കണം. അതൊന്നും തന്നെ പാഴാകരുത്. ഞങ്ങൾ പല കൊട്ടേഷനൊക്കെ തരുമ്പോൾ 2 or 3 തവണ ഞങ്ങൾ പലരും ചെക്ക് ചെയ്യാറുണ്ട്. സെക്രട്ടറിയുമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായിട്ട് പലവട്ടം ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പാഴാകരുത്. ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായിരിക്കണം, ഇഫക്റ്റീവായിരിക്കണം. ഞങ്ങൾക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മേയർ, ഡെപ്യൂട്ടി മേയർ എന്നൊക്കെയുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യം, കാറ്, ഡ്രൈവർ, ഞങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫ് ഒക്കെ തരുമ്പോഴേക്കും, പിന്നെ ഭക്ഷണം പോലും കഴിക്കാനുള്ള സൗകര്യം ക്യാൻറ്റീനും ചെയ്തു തരുമ്പോഴേക്കും ഞങ്ങളൊരു 10-18 മണിക്കൂർ സിൻസിയറായിട്ട് പണിയെടുക്കണം എന്ന് ഇപ്പം നമ്മളിവിടെ 9 മണിക്കാണ്. ഞങ്ങൾ അടുത്തൊരു മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള മീറ്റിംഗ് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങുന്നത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന മീറ്റിങ്ങിൻ്റെ അടുത്ത കണ്ടിന്യൂഷനാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ ലേഡിയാണ്, അവരുൾപ്പെടെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഏത് വിമർശനം വന്നു കഴിഞ്ഞാൽ, ഏത് സമരം വന്നു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവ് സ്പിരിറ്റിൽ, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ട് ഞങ്ങൾ ആസ്വദിക്കും. ഇനി ഒരു വിമർശനവും വരാൻ പാടില്ല, ഞങ്ങൾക്കെതിരെ ആരും വിമർശിക്കാൻ പാടില്ല, വിമർശനമൊന്നും വന്നു കഴിഞ്ഞാൽ ഭയന്നു പോകും, വിമർശനം വരാനേ പാടില്ല, അങ്ങനെ ഞങ്ങൾക്കില്ല. വിമർശനം വരും, സമരങ്ങൾ വരും, ഉപരോധം വരും, ചിലപ്പോൾ മേയറെ തടയും, ചിലപ്പോൾ കരികൊടി കാണിക്കും, പിന്നെ ചിലപ്പോൾ പണിമുടക്കുണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുക പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ പതറും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള താങ്കൾ പറഞ്ഞതും അതിലപ്പുറമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഞങ്ങൾ നടന്നു പോകുന്ന പാത സുതാര്യമാണ്. നരേന്ദ്രമോദിക്കെതിരായി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെതിരായി നടക്കാത്ത സമരം ഈ രാജ്യത്തുണ്ടോ? ആരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? എന്തുകൊണ്ട് പതറിയില്ല? പോയ വഴി കറക്റ്റായിരുന്നു, ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ വഴി പോലെ കോർപ്പറേഷനിലൊരു വഴി ഞങ്ങൾ പിന്തുടർന്ന് പോകുമ്പോൾ ഏത് വിമർശനം ഉണ്ടായാലും ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്ത് ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല അത് വളരെ ഭംഗിയായി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണെന്നറിയാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? ഞങ്ങൾ ചുമതലയായിട്ട് 4ാമത്തെ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടി ആദ്യത്തെ ഘട്ടം മീറ്റിംഗ് നടത്തി. കോർപ്പറേഷൻ ഓഫീസിൽ നടത്തി. ജില്ലാ കളക്ടറുടെ പ്രതിനിധി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല മീറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടത്തി. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. വീണ്ടും ശിവൻകുട്ടി മന്ത്രിയുടെ മന്ത്രി വിളിച്ച ഒരു മീറ്റിംഗ്, ഞാൻ ഉൾപ്പെടെ മേയറും മന്ത്രി കൂടെ ചേർന്ന് വിളിച്ച ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തു. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ കോർപ്പറേഷൻ്റെ മീറ്റിംഗിൽ ഞങ്ങൾ എടുത്ത തീരുമാനം ടാർ വർക്കുകളൊക്കെ തന്നെ, റോഡിൻ്റെ വർക്കുകളൊക്കെ തന്നെ 15 ദിവസം മുൻപ് ഫെബ്രുവരി 15 പോയി ഞങ്ങൾ അതിൻ്റെ നടപടികളൊക്കെ ആദ്യം ആരംഭിച്ചു. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഞാൻ എൻ്റെ സഹപ്രവർത്തകരും എഞ്ചിനീയറോടൊക്കെ തന്നെ, സൂപ്രണ്ടിങ് എഞ്ചിനീയറോടൊക്കെ തന്നെ ആറ്റുകാലിൻ്റെ 5-6 വാർഡുകളിൽ പോയപ്പോൾ വളരെ ഭംഗിയായിട്ട് ടാറിങ് വർക്കുകൾ പൂർത്തിയാക്കി. ഇനി 2-3 വർക്കുകളുള്ളത് നാളെ പെട്ടെന്ന് പൂർത്തിയാക്കും. ഞങ്ങളുടെ ക്ലീനിങ് പ്രോസസ്സിനുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പർച്ചേസൊക്കെ നടത്താനുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്തു. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ മേയറായിട്ട് ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ തന്നെ ആറ്റുകാൽ പൊങ്കാല നമ്മുടെ പ്രാദേശിക ഉത്സവം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വർഷങ്ങളോളം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രവർത്തനമൊക്കെ തന്നെ ഒരു സ്ഥിരം ചെയ്യുന്നൊരു കാര്യമായിട്ടാണ്. മേയർ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വവും ഗൗരവമുണ്ട്. പിന്നെ കോർപ്പറേഷൻ ഒറ്റയ്ക്കല്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയതിൻ്റെ യാത്രയെ ചുറ്റിപ്പെടുന്നത് കോർപ്പറേഷൻ്റെ ഫണ്ട് ഏത് ഫണ്ടാണ് എന്ന രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ വന്നിരുന്നല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് അതിനെ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ച യാത്ര ഞങ്ങളുടെ പാർട്ടിയുടെ ഫണ്ടും ഉണ്ട്,
പാർട്ടി നിശ്ചയിച്ച തരത്തിൽ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് മുതൽ പൂർണ്ണമായും പാർട്ടി ഫണ്ടാണ്. കോർപ്പറേഷൻ ഒരു പൈസ പോലും എടുത്തിട്ടില്ല. കോർപ്പറേഷൻ്റെ പാർട്ടി BJP നിശ്ചയിക്കുന്ന കാര്യങ്ങൾക്ക് കോർപ്പറേഷൻ്റെ ഫണ്ട് എടുത്ത് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പാടുണ്ട്. അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ശബരിമല അയ്യപ്പ സംഗമത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന വാർത്ത കട്ടലിനെ കുറിച്ചായിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ ഭജനയെക്കുറിച്ചായിക്കോട്ടെ, അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയല്ലേ. ഞങ്ങളുടെ പാർട്ടിയെ പോലെ ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി ആരുള്ളൂ. അപ്പോൾ പാർട്ടി നിശ്ചയിക്കുന്ന ഒരു പരിപാടിക്ക് പാർട്ടിയുടെ പണം ഉപയോഗിച്ച് പാർട്ടി ടിക്കറ്റ് എടുത്തതനുസരിച്ച് ഞങ്ങൾ പോകുന്നു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അതാ സംസ്ഥാനങ്ങളിലുള്ള ഭക്ഷണം കൊണ്ടുവരുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ മന്ത്രിമാരുടെയൊക്കെ വീട്ടിൽ അവർ തന്നെ നിശ്ചയിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. തിരിച്ച് ഞങ്ങളുടെ പാർട്ടി എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് തിരിച്ച് വീട്ടിലെത്തിക്കുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ തിരിച്ച് വീട്ടിലെത്തുവാനുള്ള വാഹനം വരെ ഞങ്ങളുടെ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന യാത്രയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ എന്ത് വിമർശനമോ ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക. പിന്നെ വിമർശകർ അവർക്ക് 4 ലൈക്കോ ഷെയറോ ഒക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, അതിൽ ഞങ്ങൾക്ക് വിരോധവുമില്ല. ഞങ്ങൾ നേരായ വഴിക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിമർശനം ദോഷമാണ്. നിലവിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ് നേരിടാൻ പോകുന്നത്. പലരുമൊക്കെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം BJPക്ക് എത്രത്തോളം വേരോട്ടമുള്ളൊരു മണ്ഡലമാണെന്നൊക്കെ നമുക്കറിയാം. ജില്ല ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സ്റ്റാർ മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ കോർപ്പറേഷൻ്റെ പ്രവർത്തനമൊക്കെ തന്നെയും അതിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസം എങ്ങനെയാണ്? നല്ല ആത്മവിശ്വാസത്തോടെയാണ് BJP വളരെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. നല്ല റിസൾട്ട് ഉണ്ടാവും. കോർപ്പറേഷൻ്റെ പിന്തുണ, കോർപ്പറേഷൻ ഞങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനം വോട്ടായിട്ട് മാറുമല്ലോ, സ്വാഭാവികമല്ലേ. എത്ര 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണിത്. BJPക്ക് എത്ര ഇടത്താണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ? ആത്മാർത്ഥമായി പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാ മണ്ഡലങ്ങളിലും നല്ല വോട്ട് കിട്ടിയ മണ്ഡലങ്ങളാണ്. ഞങ്ങൾക്കൊരു 35,000-40,000 വോട്ട് കിട്ടാത്ത ഒരു മണ്ഡലം തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രതീക്ഷയില്ല. ഇപ്പോൾ ആറ്റിങ്ങൽ പണ്ട് പറയുമായിരുന്നു ആറ്റിങ്ങൽ പാർലമെൻറ്റ് കുറച്ച് വീക്കും. ഇപ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും? 15,000 വോട്ടിൻ്റെ കുറവല്ലേ ഉള്ളൂ ജയിക്കാനായിട്ട്. പിന്നെ രണ്ടിടത്തും ലീഡ് ചെയ്തില്ലേ. തിരുവനന്തപുരത്ത് 15,000 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. രണ്ടും ഒരുപോലെ നിൽക്കുകയാണ്. ഈ നേമത്ത് വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ BJPക്ക് ഏറ്റവും കൂടുതൽ തേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. ഇവിടേക്ക് സ്റ്റാർ കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെ മത്സരിക്കും, BJP സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അല്ല, NDAയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ BJP ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ഘടകകക്ഷികളായിരിക്കും. പക്ഷേ ആരൊക്കെയാണെന്നുള്ള പാർട്ടി ഫൈനലി പറയും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഓരോ ദിവസവും കൂടുതൽ. ആത്മവിശ്വാസമുള്ള പാർട്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയും സമയം അമൃത വാർത്തകളുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.